ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് കുറച്ച് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങളിൽ പലരും ഇപ്പോൾ ITയിലും പോളിയിലും എഞ്ചിനീയറിങ്ങിനും ഒക്കെ അഡ്മിഷനൊക്കെ എടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. അതിൽ നിങ്ങൾ ബേസിക്കായിട്ട് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളിനി ജീവിതകാലം മുഴുവൻ അങ്ങോട്ടേക്ക് ഉപയോഗിക്കാൻ പോകുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മുടെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾ കാണാത്ത കുറച്ച് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ കാണുന്ന ആളെയാണ് കേട്ടോ. ഇയാൾ ഒരു പക്ഷേ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഒത്തിരി പേര് കണ്ടിട്ടുള്ളതും നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരാളാണ് സ്കെയിൽ എന്ന് പറയുന്നത് അല്ലേ. ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ സ്കെയിലാണ്. ഇതിന് നമ്മൾ സ്റ്റീൽ റൂളർ എന്ന് പറയും. സ്കെയിലിനെ തന്നെ നമുക്ക് റൂളർ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിൽ ഒരു സൈഡിൽ സെൻറ്റിമീറ്ററിലെ മെഷർമെൻറ്റ്സ് ഉണ്ടായിരിക്കും, മറ്റേ സൈഡിൽ ഇഞ്ചിലും മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ട ഒരു ലെങ്ത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്യാം, ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ അളവ് മെഷർ ചെയ്യണമെങ്കിൽ, ഒരു ഡ്രോയിങ്ങിൻ്റെ അളവ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുവച്ചിട്ട് എത്ര അളവുണ്ടെന്നുള്ളത് നോക്കിയിട്ടെടുക്കാം. പിന്നെ അടുത്തത് ആ അളവിനെ നമുക്ക് നമ്മുടെ ഷീറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കെയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ബേസിക് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്ന ആൾ. ഇനി അടുത്തൊരു ഇൻസ്ട്രുമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്, ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ആളായിരിക്കും കേട്ടോ. നിങ്ങൾ കോമൺലി നമ്മുടെ ജോമെട്രി ബോക്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരാളായിരിക്കും. ഈ കാണുന്ന രണ്ടാൾക്കാർ. ഇതിനെന്താ നമ്മൾ പറയുക, മട്ടെന്ന് പറയും അല്ലേ മലയാളത്തിൽ. ഇംഗ്ലീഷിൽ നമ്മളിതിന് സെറ്റ് സ്ക്വയർ എന്ന് പറയും. ഇതൊരു സെറ്റാണ്, ഒരു സെറ്റ് സ്ക്വയർ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇനി ഇതിൽ 2 സെറ്റ് സ്ക്വയറുകളുണ്ട്. ഇതിൽ നമുക്ക് 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി റീഡ് ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേര് 90, 45, 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ എന്ന് പറയും. ഇനി ഇതിൽ നമുക്കുള്ളത് വീണ്ടും ഇത് വേറെ 3 ആംഗിൾസ് ഉള്ള സെറ്റ് സ്ക്വയർ ആണ്. 90 ഡിഗ്രി കോമൺ ആയിട്ടുള്ളതാണ്. പോരാത്തതിന് ഇവിടെ 30 ഡിഗ്രി, 60, 30 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയറും, ഇത് 90, 45, 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ ആണ് കേട്ടോ. ഇവരൊരു സെറ്റായിട്ടാണ് വരുന്നത് രണ്ടുപേരും. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരാളെയും കൂടെ കാണാൻ വേണ്ടി പറ്റും. ഈ കാണുന്ന ഒരു എന്നതിന് നമ്മൾ പറയാം പ്രൊട്രാക്ടർ എന്ന് പറയാം അല്ലേ. ഇല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒന്നുകൊണ്ട് തന്നെ നമുക്ക് 2 ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊരു പ്രൊട്രാക്ടറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി. അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആംഗിൾസ് മെഷർ ചെയ്യാനും ആംഗിൾസ് വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എക്സ്ട്രാ 2 ആളുകളുണ്ട്. ഇവരെ ഞാൻ പിന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ അതെന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഇവരെ നിങ്ങൾ പൊതുവെ കണ്ടുപരിചയമുള്ള 2 ടൂൾസ് ആയിരിക്കും സെറ്റ് സ്ക്വയർ കേട്ടോ. ഇനി അടുത്തൊരു കുറച്ച് വെറൈറ്റി ആൾക്കാരെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു പെട്ടി നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവരെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. നോക്കിയേ, ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുള്ള് ഇങ്ങനെ കർവുകളുള്ള കുറച്ച് ആളുകളാണ്. പല ഷേപ്പിലുള്ള കർവുകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇവർ നമ്മൾ പറയുന്ന പേരാണ് ഫ്രഞ്ച് കർവ് കേട്ടോ. ഫ്രഞ്ച് കർവ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കർവ് വരയ്ക്കാൻ. ഈ സാധനം എടുത്താൽ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു കർവുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു കർവുണ്ട്, ഇവിടെ ഒരു കർവുണ്ട്, ഉള്ളിലൊരു കർവുണ്ട്. അപ്പോൾ ഒത്തിരി കർവ്സ് ഒരു ഇതിനകത്ത് നിന്ന് നമുക്ക് പല കർവുകൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കുറച്ച് അധികം കർവുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് കർവ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത, എന്ത് കർവ് വരയ്ക്കാൻ അത് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള കർവ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത് കേട്ടോ. ഇറഗുലർ കർവ് വരയ്ക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ കാണുന്നത് കേട്ടോ. ഇയാൾ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലെക്സിബിൾ കർവ് കേട്ടോ. ഫ്ലെക്സിബിൾ കർവ് എന്നാണ് ഇയാൾ നമ്മൾ പറയുന്നത്. നോക്കി, ഫ്ലെക്സിബിളാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന് തിരിച്ചും മടക്കിയും ഒടിച്ചും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഏത് ഷേപ്പിലുള്ള കർവ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അതാണ് ഇയാളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇയാൾ ഫ്ലെക്സിബിൾ കർവ് എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിലോട്ട് ഇതിനെങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഷീറ്റിൽ വെക്കുന്നു, ഇങ്ങനെ കർവ് വരയ്ക്കുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ കർവിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് കുറേ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്തു. ഞാൻ കുറേ കുത്തു ഇങ്ങനെ ഷീറ്റിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് അതിൽ കൂടെയൊക്കെ ഇങ്ങനെ കർവ് വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ ഷേപ്പിനനുസരിച്ച് ആ കുത്തുകളിലൂടെ എല്ലാം ഞാൻ ഈ ഫ്രഞ്ച് കർവ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് അതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കർവ് വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോയിന്റുകളിലൂടെയൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് ഫ്രഞ്ച് കർവും ഇത് ഫ്ലെക്സിബിൾ കർവ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട സെറ്റ് സ്ക്വയറിൻ്റെ അകത്തുള്ള ആളുകളും ഈ കാണുന്ന ഫ്രഞ്ച് കർവുകളായിരുന്നു കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറ്റും, കർവ് വരയ്ക്കാനും കൂടെ വേണ്ടി പറ്റും. ഇനി അടുത്തൊരാളാണ് ഈ കാണുന്ന ആൾ കേട്ടോ. ഇയാൾ നമ്മൾ ടെംപ്ലേറ്റ് എന്നാണ് പറയുക. ടെംപ്ലേറ്റ് അതായത് ഇതിനകത്ത് ഒത്തിരി ഷേപ്പുകളുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ, പല ഷേപ്പുകളുണ്ട്. സർക്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഷേപ്പുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു ഫിഗേഴ്സ് വരയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു ഷേപ്പുകളൊക്കെ വരയ്ക്കണമെങ്കിൽ നമ്മൾ ആരുപയോഗിച്ചാൽ മതി, ഈ കാണുന്ന ടെംപ്ലേറ്റിനെ യൂസ് ചെയ്താൽ മതി.
അപ്പോൾ ഇത് മാത്രമല്ല പല ഷേപ്പിലുള്ള ടെംപ്ലേറ്റുകളുണ്ട്, പല ഡിസൈൻസുള്ള ടെംപ്ലേറ്റുകളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ആൾ കേട്ടോ. ഇനി അടുത്തൊരാളാണ് ഈ കാണുന്ന സ്റ്റെൻസിൽ കേട്ടോ. സ്റ്റെൻസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റെൻസിൽ നമ്മൾ ലെറ്റേഴ്സും നമ്പേഴ്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സ്റ്റെൻസിൽ. അതായത് നമ്മൾ ഷീറ്റിലൊക്കെ ലെറ്ററിങ് ചെയ്യുമല്ലോ, അപ്പോൾ ലെറ്ററിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സൈസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് 10 mm സ്റ്റെൻസിലാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് 10 mm ഹൈറ്റുള്ള സൈസുള്ള ലെറ്റേഴ്സ് ഏതാ നമുക്കിത് ഉപയോഗിക്കാം. ഇതിൽ ലെറ്റേഴ്സും നമ്പേഴ്സും ഉള്ളതുണ്ട്. ഇപ്പം ഞാൻ ലെറ്റേഴ്സ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത്, സ്മോൾ ലെറ്റർ ഉള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കി, നേരത്തെ കാണിച്ചിരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ആണിത്. ഇതിൽ ഒത്തിരി സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പല ഷേപ്പിലും പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഉള്ളൊരു സ്റ്റെൻസിലാണിത്. ഇതിൽ നോക്കി 3 mm സൈസുള്ള നമ്പറുകളാണ്, ലെറ്റേഴ്സാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. 3 mm സൈസിലുള്ള ലെറ്റേഴ്സ് കേട്ടോ. അതുപോലെ തന്നെ ഇത് 5 mm സൈസിലുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സൈസിലുള്ള ലെറ്റേഴ്സിൻ്റെയും നമ്പേഴ്സിൻ്റെ ഒക്കെ സ്റ്റെൻസിൽസും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഷീറ്റിൽ വരയ്ക്കാൻ ഇതൊക്കെ ഒന്നും കൂടെ ഈസി ആയിട്ട് ലെറ്ററിംഗ് ഒക്കെ ഒന്ന് പെർഫെക്റ്റ് ആവുന്നത് വരെ, അല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൈപ്പിലുള്ള ടെംപ്ലേറ്റുകളും സ്റ്റെൻസിൽസും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇയാളെയാണ് നമ്മൾ മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. മിനി ഡ്രാഫ്റ്റർ കണ്ടോ, നമുക്കിതിൽ ഇങ്ങനെ സ്കെയിൽസ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ സ്കെയിൽസ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും സ്കെയിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള മൂവ്മെൻറ്റിൽ മൂവ് ചെയ്യാൻ പറ്റും. കറക്റ്റ് നമുക്ക് പാരലലൈസ്ഡ് ലൈൻസ് വരയ്ക്കാനും, പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് വരയ്ക്കാനും, പാരലൽ ലൈൻസ് വരയ്ക്കാനും, ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ കോമൺലി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണിത് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്ന ആൾ കേട്ടോ. കണ്ടോ, പല ബ്രാൻഡിൻ്റെ ഇത് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്ന ആൾ. ഇനി ഇതെങ്ങനെയാണ് ഒരു ടേബിളിൽ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഞാൻ അതിനകത്ത് കാണിച്ചു തരാം.